ക്ലോസ് റിലേഷൻഷിപ്സിലുള്ള രണ്ടോ അതിലധികം ആൾക്കാരിലോ ആവും ഇത് കാണപ്പെടുക. ഒരാൾക്ക് സൈക്യാട്രിക് ഡിസോർഡറിൽ നിന്നും ഉണ്ടാവുന്ന ഡില്യൂഷൻസ് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഡില്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാക്ച്വൽ എവിഡൻസ് ഇല്ലാത്ത, സത്യമല്ലാത്ത, അടിസ്ഥാനരഹിതമായ മനസ്സിൽ ഉറച്ചുപോയ തോന്നലുകളാണ്. ആ തോന്നലുകൾ ഒപ്പോസ് ചെയ്ത് എന്ത് പ്രൂഫ് പറഞ്ഞാലും എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് കൊടുത്താലും ഡില്യൂഷനിലായ ആൾ അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് 2 സഹോദരങ്ങൾ എ ആൻഡ് ബി ഒരുമിച്ച് താമസിക്കുന്നു ആൻഡ് ദേ ആർ റിയലി ക്ലോസ് എന്ന് കരുതൂ. എക്ക് ഡില്യൂഷൻസിന് കാരണമാകുന്ന സൈക്യാട്രിക് ഡിസോർഡർ ഉണ്ട്. അവന്റെ ഡില്യൂഷൻ ഈസ് തൊട്ടപ്പുറത്തുള്ള സി എന്ന അപ്പൂപ്പൻ ഇവനെ സ്റ്റോക്ക് ചെയ്യുന്നു, ഇവനെ കൊല്ലാനുള്ള പ്ലാൻ ഇടുന്നു എന്നൊക്കെയാണ്. ആൻഡ് പതിയെ പതിയെ ഇവന്റെ ഈ ഡില്യൂഷൻസിലെ തോന്നലുകൾ ഇവൻ ബിയോടും പറയും. ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആയതുകൊണ്ട് ബി ഇവൻ പറയുന്നത് വിശ്വസിക്കും. ഇറ്റ്സ് എ വെരി റെയർ കണ്ടീഷൻ ആൻഡ് ഒരു ഫേമസ് എക്സാമ്പിൾ ഫോർ ഷെയർഡ് സൈക്കോസിസ് ആയിരിക്കും ബുരാരി ഡെത്ത്സ്.